സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം പരിശ്രമിക്കേണ്ടത്. ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം നിങ്ങൾ മറച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത്. ചിലർ വെറുതെ വിജയം സ്വപ്നം കണ്ടു കിടക്കുന്നു. മറ്റു ചിലരാകട്ടെ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്ത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും നിങ്ങൾ സ്നേഹത്തിനു വേണ്ടി യാചിക്കരുത്. സ്നേഹം അത് അറിഞ്ഞു നൽകേണ്ട ഒന്നാണ്. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങളുടേതാണ്. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം എനിക്കുള്ളതും. അതിനാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. ജീവിതത്തിലെ നിങ്ങളുടെ മോശം സമയങ്ങളിൽ നിങ്ങളെ ചേർത്തു പിടിച്ചവരെ ഒരിക്കലും മറക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി കൂട്ടുകൂടുകയും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആരൊക്കെയാണെന്ന്. ഉയരത്തിൽ എത്തി നിൽക്കുമ്പോഴും താഴ്ചയിലുള്ളവനെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത്. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരാവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. നമ്മുടെ മനസ്സ് അറിയുന്നവർക്ക് മാത്രമേ നമ്മളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതാഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൈവിട്ടുപോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക, അതിലും നല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മുഖത്തു നോക്കി ഉള്ളത് പറയുന്നവരോട് വെറുപ്പ് തോന്നാം, പക്ഷേ അവർ ഒരിക്കലും ചിരിച്ചുകൊണ്ട് ആരെയും ചതിക്കാറില്ല. എല്ലാവരിൽ നിന്നും ഒരു അകലം സ്ഥാപിക്കുന്നതാണ് നല്ലത്. ആരെയും വേദനിപ്പിക്കാനല്ല, സ്വയം വേദനയുടെയും സങ്കടത്തിൻ്റെയും മധുരം നുണയാതിരിക്കാൻ വേണ്ടി മാത്രം. തിരമാലകളെപ്പോലെ ആവണം നമ്മുടെ ജീവിതം. ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം. ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇന്നലെകൾ ഓർമ്മകളായി, നാളെകൾ പ്രതീക്ഷകളുമാണ്. ജീവിതം എന്നത് ഇന്നാണ്. സ്വന്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എല്ലാവർക്കും നമ്മൾ പ്രാധാന്യം നൽകേണ്ട ആവശ്യവുമില്ല. രണ്ടുപേർ ചേർന്ന് മൂന്നാമനെ കുറ്റം പറയുമ്പോൾ ഓർക്കുക, നമ്മളും പലപ്പോഴും മൂന്നാമൻ ആകാറുണ്ടെന്ന്. മറ്റുള്ളവർ നമ്മളോട് എളുപ്പത്തിൽ ക്ഷമിച്ചേക്കാം, പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ശ്രമിക്കുന്നതിലൂടെയും അവസരം ഉപയോഗിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതൊരു ഗുണവും നൽകിയില്ല എങ്കിലും നിങ്ങൾക്ക് പുതിയതെന്തെങ്കിലും പഠിക്കാനാവും. അന്യൻ്റെ ദോഷം എളുപ്പത്തിൽ കണ്ടെത്തും. അവനവൻ്റെ ദോഷം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്.